അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു മുസ്ലിയാർ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഗൾഫിലേക്ക് പോകുന്ന, സൗദി അറേബ്യയിലേക്ക് പോകുന്ന ഒരു മുസ്ലിം അവൻ തിരിച്ചു വരുമ്പോൾ വഹാബി ആയിക്കൊണ്ട്, മുജാഹിദായിക്കൊണ്ട് തിരിച്ചു വരുന്നത് എന്ന്. അവർ പോകുമ്പോൾ ഇവിടെ നിന്ന് മൗലിദ് കഴിച്ചതാണല്ലോ, ഇവിടെ അവർ കുത്തറാത്തീബ് നടത്തിയവരാണല്ലോ, എന്തുകൊണ്ടാണ് അവർ തിരിച്ചു വരുമ്പോൾ വഹാബി ആയിക്കൊണ്ട് തിരിച്ചു വരുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. വളരെ സിമ്പിളാണ് ഉത്തരം. ഈ കേരളക്കരയിൽ നിന്ന് ആളുകൾ സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ അവർ എത്തിപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രബോധനം നടത്തിയ മണ്ണിലേക്കാണ്. അവിടെ കുത്തുബിയത്തില്ല, മൗലിദില്ല, ബുർദകളില്ല, തന്നെ കുത്തുറാത്തീബുകളില്ല, മാലപ്പാട്ടുകളില്ല, ഇങ്ങനത്തെ അനാചാരങ്ങളൊന്നുമില്ല. അവിടെ ആയിരക്കണക്കിനുള്ള ദർഗകളില്ല, ജാറങ്ങളില്ല, അതുപോലെ ചരടുകളില്ല. ഇതിലൊന്നും തന്നെ പണം സമ്പാദിക്കേണ്ട ആവശ്യവുമില്ല. ഇവിടുന്ന് പോകുന്ന തലച്ചോറുള്ള ബുദ്ധിയുള്ള ആളുകൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കുക എന്നത് സ്വാഭാവികമാണ്. കാരണം അവരവിടെ എത്തിപ്പെടുമ്പോൾ കേരളത്തിൽ അനുഷ്ഠിച്ചു വരുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പാടില്ലാത്തതാണ്. മൗലിദ് പാരായണം സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ല. കുത്തുറാത്തീബ്, അതുപോലെ നിരവധി അനാചാരങ്ങൾ, ചരടുകളും നൂലുകളും മന്ത്രങ്ങളും ദർഗകളും എന്ന് വേണ്ട പണം സമ്പാദിക്കുന്ന ഒരു വഴികളും സൗദി അറേബ്യയിലോ രണ്ട് ഹറമുകളിലായ മക്കത്തോ മദീനത്തോ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ തൻ്റെ നിസ്കാരങ്ങൾ, തൻ്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണം എന്ന് നിർബന്ധമുള്ള ഒരു വ്യക്തി സ്വാഭാവികമായും പരിശുദ്ധ ഖുർആൻ പഠിക്കും, തിരുസുന്നത്ത് പഠിക്കും, പ്രവാചകൻ്റെ ജീവിത ചരിത്രം പഠിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ദീൻ എന്നും എന്താണ് ആ ദീനിൽ കടത്തിക്കൂട്ടിയിട്ടുള്ളത് എന്നും വളരെ കൃത്യമായി ഓരോ വ്യക്തികൾക്കും മനസ്സിലാകും. ആയിരക്കണക്കിന് നുണകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ ദർഗകളിലേക്കും ജാറങ്ങളിലേക്കും പൂര നേർച്ചപ്പറമ്പുകളിലേക്കും ആനയിച്ചുകൊണ്ട് അവരുടെ പോക്കറ്റ് കൊള്ളയടിക്കുന്ന പൗരോഹിത്യം സൗദി അറേബ്യയിലോ മറ്റ് ഇതര GCC രാജ്യങ്ങളിലോ മുസ്ലിം രാജ്യങ്ങളിലോ ഒരാൾക്കും കാണാൻ സാധിക്കുകയില്ല. അവിടെയുള്ള ഇസ്ലാം എന്നാൽ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളുമാണ്. എങ്ങനെ സഹാബത്ത് ജീവിച്ചോ അതുപോലെ ജീവിച്ചാൽ മതി. അതിനപ്പുറം ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതില്ല. ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തി അവരുടെ സമ്പത്ത് നശിപ്പിക്കേണ്ട കാര്യമില്ല. നിരവധി ബിദ്അത്തുകൾ അതൊന്നും തന്നെ സൗദി അറേബ്യയിലോ മറ്റ് ഇതര ഗൾഫ് രാജ്യങ്ങളിലോ കാണാൻ സാധിക്കുകയില്ല. ഈ കേരളക്കരയിലാകട്ടെ എല്ലാ കാര്യങ്ങളിലും, മരണ വീട്ടിൽ പോലും, ജനന വീട്ടിൽ പോലും, അതുപോലെ തന്നെ ഒരു വീടിന് കുറ്റിയടിക്കുമ്പോൾ, ഒരു കിണറുണ്ടാക്കുമ്പോൾ, അങ്ങനെ മനുഷ്യൻ തിരിഞ്ഞാലും മറിഞ്ഞാലും അതിന് ശകുനങ്ങളും പിഴവുകളുമൊക്കെ നോക്കിക്കൊണ്ട് സാധാരണ ജനങ്ങളുടെ പോക്കറ്റ് കാലിയാക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കേരളക്കരയിലുള്ളത്. അതുകൊണ്ട് ഇസ്ലാം അത് വളരെ സുന്ദരമായ ഒരു മതമാണ്. അതിനകത്തേക്ക് പൗരോഹിത്യം ഒരുപാട് ബിദ്അത്തുകളും അനാചാരങ്ങളും ജാറങ്ങളും നേർച്ചപൂരങ്ങളും കുത്തിക്കയറ്റിയത് ഇവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത ദീൻ പഠിച്ച മണ്ണിലെത്തുമ്പോൾ ഓരോ മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സ്വന്തം ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കണമെന്ന് നിർബന്ധമുള്ള ഓരോ വ്യക്തിയും പരിശുദ്ധ ഖുർആൻ പഠിച്ചിരിക്കും, പ്രവാചകൻ്റെ ചര്യ അത് പഠിച്ചിരിക്കും. സഹാബത്ത് എങ്ങനെയാണോ ഓരോ കർമ്മങ്ങളും ഓരോ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ചത് എന്ന് ഓരോ വ്യക്തിയും സൂക്ഷ്മമായി പരിശോധിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ, വിദേശത്തേക്ക് പോകുന്ന ആളുകൾ അവിടെ നിന്നും തിരിച്ചു വരുന്നത് വഹാബിയായിട്ടല്ല. അവൻ തിരിച്ചു വരുന്നത് ഒറിജിനൽ സുന്നിയായിട്ടാണ്, ഒറിജിനൽ മുസ്ലിമായിട്ടാണ്. ആ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. ജനങ്ങൾ സത്യം മനസ്സിലാക്കും. അവർ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങുന്ന കുത്തൊഴുക്കുണ്ടാകുന്ന ഒരു കാലഘട്ടം വരിക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര തന്നെ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യരുത് എന്ന് വിലക്കിയാൽ പോലും ഈ ജനങ്ങൾ സത്യം മനസ്സിലാക്കുക തന്നെ ചെയ്യും. സമൂഹത്തിൽ നടക്കുന്ന ബിദ്അത്തുകളും അനാചാരങ്ങളും പുത്തൻവാദങ്ങളും ഖബർ നേർച്ച പൂരങ്ങളും ജാറങ്ങളുമെല്ലാം തന്നെ തിരിച്ചറിയുകയും അവരുടെ സമ്പത്തുകൾ അനാവശ്യമായി ചിലവഴിക്കുന്നത് നിർത്തുകയും പൗരോഹിത്യത്തിൻ്റെ ചൂഷണങ്ങളെ അവർ തിരിച്ചറിയുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് സമീപഭാവിയിൽ കൂടുതൽ ആളുകൾ യഥാർത്ഥ ഇസ്ലാമിലേക്ക് വരികയും പൗരോഹിത്യത്തിൻ്റെ ചൂഷണങ്ങളെ തിരിച്ചറിയുകയും ചെയ്യും. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.